രാഹുലിനെ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന്റെ കഴിവുകേടാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം പലതവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണവുമായി വന്നിരുന്നു. തന്റെ പാർട്ടിക്കൊപ്പം നിന്നുകൊണ്ട് തന്നെയായിരുന്നു എല്ലാ തീരുമാനങ്ങളും അദ്ദേഹം എടുത്തത്. ഇതുവരെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ തെറ്റിയതായും നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ പോലീസ് അന്വേഷിക്കുന്ന ഒരാൾ ഇപ്പോൾ ഒളിവിലാണ്. എന്നാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളെ എവിടെ പോയാലും കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്. കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന്റെ കഴിവില്ലായ്മയാണ്. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നും ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചാൽ പോലീസ് പിടിക്കാതിരിക്കുമോ, പോലീസിന്റെ കഴിവില്ലായ്മയാണ് ഇതിന് കാരണമെന്നും മുരളീധരൻ ആരോപിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊന്ന്, സൈബർ ആക്രമണം നടത്തുന്നവരെ ശുംഭന്മാർ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. നേരിട്ട് വരാനും കഴിയാത്തവരാണ് സൈബർ ആക്രമണം നടത്തുന്നത് എന്നും സൈബർ ഏർപ്പാട് അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു, അതിനെതിരായി ആക്ഷൻ എടുക്കേണ്ടതാണ് എന്നും അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ സൈബർ ആക്രമണം ആര് നടത്തിയാലും ശരിയല്ല. നേരിട്ട് വിമർശിക്കുന്നതിന് പകരം മുക്കിലും മൂലയിലും ഇരുന്ന് ഓരോന്ന് പറയുന്നതിന് ആരും വിലവയ്ക്കാൻ പോകുന്നില്ല എന്നുകൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുപോലെ അദ്ദേഹം കിഫ്ബി വിഷയത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവിനെയും കേസിൽ നിന്ന് ഒഴിവാക്കിയ നടപടിയിൽ അദ്ദേഹം രാഷ്ട്രീയ പക്ഷാപാതം ആരോപിക്കുകയും ചെയ്തു. എന്തായാലും ഇതിന്റെ എല്ലാം അദ്ദേഹം പറഞ്ഞ പൂർണ്ണ രൂപം നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് പോലീസിന്റെ കഴിവുകൾ ഞങ്ങളെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾ പുറത്താക്കിയ ഒരാളെ അയാളെ എവിടെ പോയാലും കണ്ടുപിടിക്കേണ്ട പോലീസല്ലേ. അവനവന് കഴിവില്ലാത്തതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ പിന്നെ പോലീസ് എന്താ അവിടെ? എന്താ പോലീസിന്റെ കാര്യം? അവർ പോയിട്ട് പിടിച്ചോട്ടെ. അപ്പോൾ ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചാൽ പോലീസ് പിടിക്കാതിരിക്കുമോ? എവിടെയാണെന്ന് പിടിക്കേണ്ട പോലീസിന്റെ ചുമതല. അവനവന്റെ കഴിവുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ ഒരു പിന്തുണയും നൽകിയില്ല. അതേ പാർട്ടിയുടെ ആരുമല്ല. അതിനൊക്കെ ആര് വഹിക്കുന്ന സൈബർ ആക്രമണത്തിൽ എന്നെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ആര് വേണ്ടിയോ ഞാൻ നോക്കാറില്ല. ഏതാ അത് ഞാൻ പറയാം. ഈ സൈബർ ആക്രമണം നടത്തുന്നവര് സത്യം പറഞ്ഞാൽ ശുംഭന്മാരാണ്. നേരിട്ട് വരാൻ കഴിയില്ലാത്തവരാണ് സൈബർ ആക്രമണം നടത്തുക. ഈ സൈബർ ഏർപ്പാട് തന്നെ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. അതിനെതിരായിട്ടും ആക്ഷൻ എടുക്കേണ്ടതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബറെ പൊക്കി. അത് മറ്റേ നിങ്ങൾ പറയുന്ന മറ്റേ ഇതുകാരനല്ല, വേറൊരു ഇതുകാരൻ പൊക്കിയിട്ടുണ്ടായിരുന്നു. അയാൾക്ക് എന്താ സുപ്രീം കോടതിയിൽ ജാമ്യം കിട്ടിയത്രേ. ഇവരെ പൊക്കിയിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ പ്രവൃത്തികൾ ഭാവിയിൽ ചെയ്യാതിരിക്കാൻ നോക്കണം. ഏതായാലും ഈ സൈബർ ആക്രമണം ആര് നടത്തിയാലും ശരിയല്ല. നേരിട്ട് വിമർശിക്കുന്നതിന് പകരം ഇപ്പം ഞങ്ങളൊക്കെ പൊതുയോഗത്തിലൊക്കെ നേരിട്ട് വിമർശിക്കാറുണ്ട്. അതായത് ഒരു സൈബറിൻ്റെ ആവശ്യം ഞങ്ങൾക്കൊന്നുമില്ല. ആരെങ്കിലും ഏതെങ്കിലും മുക്കിലും മൂലയിലും ഇരുന്നിട്ട് ഓരോന്ന് പറയുന്നതിന് ആര് വില വയ്ക്കാൻ? ചില സൈബറുകാരുടെ ഡയലോഗ് കേട്ടാൽ തോന്നും പീഡനം അവരുടെ അവകാശമാണ്. ആ കാര്യം മൈൻഡ് ചെയ്യാൻ പോയി പണി നോക്കട്ടെ. എവിടെ അതെ, അത് ഞാൻ പറഞ്ഞത്. അവർക്ക് ബസ് തടയാം, എന്തും ചെയ്യാം, കല്ലെറിയാം. എന്നാൽ KSRTCയിലെ UDFകാർക്ക് സമരം ചെയ്യാൻ അവകാശമില്ല. അതൊക്കെ പിണറായി സത്യത്തിന്റെ ഭാഗമാണ്. ഈ കേസ് അതോടൊന്നും അവസാനിക്കുന്നില്ല. ഭാവിയിൽ ഇതിനൊക്കെ മാറ്റം ഉണ്ടാവും, അത്രേ പറയുന്നുള്ളൂ. മസാല ബോണ്ടിനെ കുറിച്ച് വന്നിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ ഇതുവരെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഞങ്ങൾ തുടക്കം മുതൽക്ക് തന്നെ പറഞ്ഞതാണ്, വികസനത്തിന് കിഫ്ബിയുടെ ആവശ്യമില്ല. ഇവിടെ മുൻകാല സർക്കാരുകളുടെ കാലത്ത് വികസനം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഈ പറയുന്ന സാധനം ഉണ്ടായിരുന്നില്ല കിഫ്ബി. ഇതൊരു സംവിധാനം കൊണ്ടുവന്ന് കടം വാങ്ങി അവസാനം സംസ്ഥാനത്തിനെ കടക്കണിയിലാക്കുന്ന ഒരു സ്ഥിതിയാണിന്ന് കേരളത്തിലുള്ളത്. പിന്നെ EDയുടെ നോട്ടീസിന് ഞങ്ങൾ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. അത് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ കേന്ദ്രം സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ED നോട്ടീസ്. ഇന്ത്യ സഖ്യത്തിലെ ഒരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഇപ്പോൾ EDക്കാരൻ പൊക്കിക്കൊണ്ടുപോയത്. ഇവിടെ പൊക്കില്ല. ഇവിടെ ഇടയ്ക്ക് ഒന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ നോട്ടീസ് അയച്ചു കൊടുക്കും. ആ നോട്ടീസിന് കടലാസിൻ്റെ വില പോലും ആരും കൽപ്പിക്കുന്നില്ല. പക്ഷേ ഈ കിഫ്ബിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. അതിൽ നടന്ന കാര്യങ്ങളൊക്കെ
സുതാര്യമല്ല. വ്യക്തമായി ഈ സംശയങ്ങൾക്ക് മുഖ്യമന്ത്രി ജനത്തിനോട് മറുപടി പറയണം. ഇ ഡിയോട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. ജനത്തിനോട് മുഖ്യമന്ത്രി മറുപടി പറയണം. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ പ്രതിഫലിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ല, അത് ഭാവിയിൽ ഞങ്ങൾ അന്വേഷിച്ചോളാം.